بسم الله الرحمن الرحيم. طلحة بن عبيد الله طلح റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശരീങ്ങളിൽ പെട്ട ആളാണ്. പണ്ടേ മുസ്ലിമായ ആളാണ്. എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെയുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ആളാണ്. ബദറിൽ പങ്കെടുത്തില്ലെങ്കിലും അവർക്ക് വേണ്ടി ഓഹരിച്ചു കൊടുത്തു റസൂലുള്ളാഹ്. മഹാനായ സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ CID ആയിക്കൊണ്ട് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. അതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? മക്ക ഖുറൈശികളുടെ അബൂ സുഫിയാന്റെയും പാർട്ടിക്കാരുടെയും ഒട്ടക സംഘം വരുന്ന വഴി അതിനെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ളൊരു നാടിനെ നശിപ്പിക്കാൻ അത് മതിയല്ല. സാമ്പത്തിക ഉപരോധം പണ്ടുണ്ട്, ഇപ്പോഴുണ്ട്. അപ്പം അങ്ങനെയാണ് ബദറിൽ പങ്കെടുക്കാനുള്ള കൽപ്പന വരുന്നതും പോകാനുള്ള ഓർഡറൊക്കെ വരുന്നത്. ഖുറൈശികൾ ഇങ്ങനെ സമ്പത്ത് കൂടിയാൽ മുസ്ലിമീങ്ങളെ എന്ത് ചെയ്യും? അവർ നശിപ്പിച്ചാൽ. അപ്പോൾ അവർക്കുള്ള സമ്പത്തിൻ്റെ ഏക വരുമാനത്തിൽ നിന്നും മുഖ്യ ഭാഗവും സിറിയയിൽ നിന്നും കച്ചവടം ചെയ്തു കൊണ്ടുവരുന്നതാണ്. അങ്ങനെ അവരെ തടയുക എന്ന രീതിയിൽ അവരെ സംബന്ധിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് CID ആയിക്കൊണ്ട് സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനോടുകൂടെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചതിൻ്റെ കാരണത്താൽ ബദറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. എങ്കിലും ബദറിലെ ഗനീമത്ത് സ്വത്ത് ഓഹരിക്കുമ്പോൾ അവിടത്തേക്ക് മാറ്റിവെച്ചു കൊടുത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹജറണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുവിന്റെ ഭാഗത്ത് നിന്നും വരുന്ന അവരുടെ അമ്പെയ്ത്തുകൾ, ആ അമ്പെയ്ത്തുകൾ തങ്ങളെ ലക്ഷ്യം വെച്ച് വരുന്ന 24 അമ്പിനെ മഹാനവറുകളുടെ കൈകൊണ്ട് അവർ തടഞ്ഞു വെച്ചു. അത് കാരണത്താൽ അവരുടെ കൈക്ക് അശല്യ പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ ഉണ്ട്. 24 എന്നും 75 എന്നും പറയപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സെക്യൂരിറ്റിയായി നിന്നു. ഞാൻ നശിച്ചാലും എൻ്റെ പ്രവാചകൻ നശിക്കാൻ പാടില്ല എന്ന അടിസ്ഥാനത്തിൽ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പുന്നാര നബിയെ പ്രൊട്ടക്ട് ചെയ്തിരുന്നതിൻ്റെ കാരണം കൊണ്ട് 25 വെട്ടും കുത്തും എല്ലാം ഏറ്റ ആളാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. ത്വൽഹത്തുൽ ഖൈർ, ത്വൽഹത്തുൽ ജൂദ് എന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് പേര് പറ്റിയിട്ടുണ്ട്. പിന്നെ ജമൽ യുദ്ധത്തിലാണ് അവർ വഫാത്താവുന്നത്. ബസറയിലാണ് അവർ അടക്കം ചെയ്യപ്പെട്ടത്. 64-ാമത്തെ വയസ്സിലാണ് അവർ വഫാത്താവുന്നത്. അന്നഹു ഖാല, അതൊക്കെ എഴുതി വെക്കണം നിങ്ങൾ. അന്നഹു ഖാല, ഇത് എഴുതി വെക്കുന്നുണ്ടോ? ഇതോ സഹാബിയുടെ ചരിത്രം. അന്നഹു ഖാല ജാഅ റജുലുൻ, പരീക്ഷ ചോദിക്കുമ്പോൾ അതേ ചോദിക്കത്തുള്ളൂ. ഈ സഹാബിയുടെ ചരിത്രം ചോദിക്കത്തുള്ളൂ. അറബി മലയാളത്തിലാണെങ്കിൽ അങ്ങനെ, അറബിയിലാണെങ്കിൽ അങ്ങനെ എഴുതി വെച്ചു കൊടുത്തിട്ടുണ്ട്. അന്നഹു ഖാല ജാഅ റജുലുൻ, ഒരാൾ വന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളിലേക്കാണ് വന്നത്. അയാൾ വരുന്ന വഴി എവിടുന്നാണ് വന്നത്? മിൻ അഹ്ലി നജ്ദ്, നജ്ദിൽ നിന്നാണ്. നജ്ദാണ് ഇപ്പോഴത്തെ റിയാദ്. പണ്ടതിന് നജ്ദ് എന്നാ പറയും. അവിടാണ് ഖർനു ശൈത്താൻ, ഷെയ്ത്താന്റെ കൊമ്പ് ആ ഭാഗത്ത് നിന്ന് മുളയ്ക്കുന്നെന്നാണ് തങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. അവിടെ നിന്ന് വന്നു. അയാൾ വരുമ്പം സായിറർ റഅസ്, തലയൊക്കെ ഇങ്ങനെ പാറുന്നുണ്ട്. മുടി ഇങ്ങനെ ചീവിയിട്ടും യാത്രയല്ലേ, തലയുടെ മുടി പാറിപ്പറക്കുന്നതായിട്ട് വന്നു. നസ്മഅ, നമ്മൾ കേൾക്കുന്നുണ്ട് താനും. ദവിയ സൗത്തിഹി, അയാളുടേതായ ശബ്ദത്തിന്റെ ശ്വാസോച്ഛ്വാസം വിടുന്നതിന്റെ
ആ ആയിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്താണ് നീ ആയിക്കുന്നത് ചോദിക്കുന്നത്? ഇതെങ്ങനെ ആയിക്കുന്നത് ചോദിക്കുന്നത്? ആ ആയിപ്പ് എന്നൊക്കെ പറയാം ദബീന് ഏട്ടാ. പിന്നെ വല നഫ്തഹുമായക്കൂല, അയാൾ പറയുന്നത് എന്താണ് നമുക്ക് തിരിയുന്നുണ്ട്. ഇതൊക്കെ വന്നിങ്ങൾ പറയുന്നുണ്ട്. ഹത്താദന, അങ്ങനെ വന്നു 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 ഹത്താ എന്താ അതന അയാളെത്തി. മീൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൽ വന്നു. ഫൈദാഹു, അപ്പോൾ ആ ചങ്ങായി യസ്അലു ചോദിക്കുന്ന ആളാണ് റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നു. അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ പറ്റി ചോദിക്കുന്നു, അതിന്റെ ഫർളുകളൊക്കെ ചോദിക്കുന്നു. എന്താ ഇസ്ലാമിനെ പറ്റി ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിമായി വന്നാൽ എന്തൊക്കെ വേണ്ടത്? അതല്ലപ്പ മനസ്സിലായോ? മുസ്ലിമായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഇസ്ലാമിനെ പറ്റി വെച്ചാൽ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അതായത് മറുപടി നിന്ന് കിട്ടും. മുസ്ലിമായി കഴിഞ്ഞാലാണെന്ന് അതിനകത്ത് കിട്ടും. വേണ്ട അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ കടന്നാൽ ഇനി എന്തൊക്കെ ആവശ്യമുണ്ട്, അതാണ് എന്റെ മാന. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖംസു സലവാത്ത്, 5 നിസ്കാരം. വേണ്ട 5 നിസ്കാരമാണ്. അല്ലാഹ് ഖലീഫയെ കബറടക്കം ചെയ്യുന്നതിന് ശേഷം 30 കൊല്ലം കഴിഞ്ഞിട്ട്, അതൊക്കെ എഴുതി വെക്കേണ്ട ചരിത്രങ്ങളാണ് അല്ല, അത് ഇതിനകത്തുണ്ട്. 30 കൊല്ലം കഴിഞ്ഞിട്ട് മോള് സ്വപ്നം കണ്ടു. മോളെ ഇവിടെ ഭയങ്കര നനവുണ്ടെന്ന് മാറ്റി അടക്കാം. بعد 30 سنة أنه يشكو إليها النداوة, മനസ്സിലായേ? നമ്മളെ ശല്യം ചെയ്യുന്നുണ്ട്, ഇവിടെ നനവുണ്ട്, മാറ്റി അടക്കാം. തിരിഞ്ഞോ? അങ്ങനെ പച്ചയായിട്ട് തന്നെ ഇരിക്കാം. 30 കൊല്ലം കഴിഞ്ഞിട്ടും ജനാദയ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല പച്ചയായിട്ട് തന്നെ ഇരിക്കും. കമാ ദുഫീന, തിരിഞ്ഞോ? വന്നഹു അഖ്ളറ മിമ്മാ കാന യസ്ലൂനി, നല്ല നിറത്തിലാണ്, അങ്ങനെ വലിയ ആളാണ്. അങ്ങനെയാണ് 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജനാദ എടുത്തു. എന്താ സ്വപ്നം കാട്ടിക്കൊടുത്തുകൂടെ? നനവ് എന്നെ ശല്യം ചെയ്യുന്നു. ചില ആൾക്കാരങ്ങനെ സ്വപ്നം കാട്ടിക്കളയും. ഇവിടെ കിടക്കാൻ പറ്റുന്നില്ലടാ, എടുത്തോണ്ട് പോടാ, ഇവനെടുത്തോണ്ട് പോടാന്ന് പറയും. ഇവനെടുത്തോണ്ട് വെക്കണം, ഇത് മാറ്റി അടക്കാനൊക്കെ പറയും. അലാവുദ്ദീൻ നിംസി റളിയല്ലാഹുവിന് അങ്ങനെയല്ലേ. നമ്മളെ അപ്പവാണിവേൽ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് അടങ്ങിയിരിക്കുന്ന അപ്പവാണിവേൽ അടങ്ങിയ മൂപ്പര് അലാവുദ്ദീൻ നിംസി റളിയല്ലാഹു വലിയ ആളാണ്. അവിടെയാണ് നമ്മളെ തന്നാലി ബാബ 7 കൊല്ലം മക്കാമിന്റെ ദൂരം മാറിയിരുന്നു. 7 കൊല്ലം 7 9 അല്ല. ആൾക്കാർ ചെരുപ്പ് കൊണ്ട് കൊടുക്കും, സൂക്ഷിക്കാൻ, അത് പഠിച്ചവിടെ വെക്കും. അത് വക്കീലിരിക്കുകയല്ലേ, അപ്പോൾ മേടിച്ചവിടെ കറക്റ്റ് എല്ലാം വെച്ച് ആൾക്കാർ പൈസ കൊടുക്കും, അത് മറ്റൊഴിക്കൂടെ ശ്രദ്ധ കൊടുക്കും. 7 കൊല്ലം നമ്മളെ കൊണ്ട് പറ്റുമോ? അങ്ങനെ തന്നെ നോക്കും. മക്കാമിലേക്ക് എടുക്കാൻ പറ്റില്ല, ഭയങ്കര അളമത്തുള്ള ആളാണ് അലാവുദ്ദീൻ നിംസി തങ്ങൾ. നമ്മളടക്കൊന്നുമല്ല. നമ്മുടെ തങ്ങൾ പാപ്പായൊക്കെ അലാവുദ്ദീൻ നിംസി തങ്ങൾ സിയാറത്ത് ചെയ്യാൻ വന്നാൽ 1 കിലോമീറ്റർ അപ്പുറം ചെരുപ്പൂരി വെച്ചിട്ട് അവിടെ നടന്നു വരും. അപ്പോൾ എത്ര വലിയ ആളാണ്.
അമൃതങ്ങൾ ബാബ അങ്ങനെ ആദരിക്കണമെങ്കിൽ അലാദ്ദീൻ നിമിഷയുടെ പവറത്തിലായിരിക്കും. വലിയ പവറുള്ളതാണ്. നമ്മൾ പാത്തി അതിനകത്ത് പോകുന്നുണ്ട്. അൽക്കൽ പാത്തിയുണ്ട് കോഴിക്കോട്. വേറെ അന്നത്തെ രാജാവ് സ്വപ്നം കണ്ടു, കടൽ വെള്ളം എന്നെ ശല്യം ചെയ്യുന്നുണ്ട്, എടുത്ത് മാറ്റി അടക്കാൻ. 100 കൊല്ലം കഴിഞ്ഞതിന് ശേഷം PK ഉസ്താദിന്റെ മൗലിദിനകത്തുള്ളത്. ആ മൗലിദ് ഓതി പഠിക്കണം. നല്ല മൗലിദാണ്. ഒരുപാട് മന്ദിക്കും മാനിയും ഉസൂലൊക്കെ അതിനകത്ത് പറഞ്ഞ് ഒരു സുബൂത്താക്കിയിട്ടാണ് ഒരു ചരിത്രം എഴുതുന്നത്. നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോൾ ജനാസയ്ക്ക് ഒരു കുഴപ്പമില്ല, അതേപോലെ തന്നെ ഇരിക്കും. അങ്ങനെ കട്ടാമലയിലാണില്ലേ ആ ജനാസ ഞാൻ ഇറങ്ങി കണ്ട സൈക്കിൾ എടുത്തോണ്ട് പോയി കുഴിയിലിറങ്ങിയുണ്ട്. അതേപോലെ തന്നെ ഇരുന്ന് ജനാസ വേറെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കൊല്ലത്തിനുവിനെ بعد 30 فرأت بنته بعد 30 سنة أنه يشكو إليها النداوة فأخرج. അല്ല നനവ് അടക്കുമ്പോൾ നല്ലോണം അടക്കല്ലേ അടങ്ങണം. പിന്നെ നമ്മൾ തന്നെ അടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ തന്നെ അടുക്കേണ്ടി വരും. അതുകൊണ്ട് അടക്കുമ്പോൾ നല്ലോണം ഊറ്റൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി അടക്കണം. അതുകൊണ്ട് തങ്ങൾ പാപ്പാനെ വിളിച്ചിട്ട് കെട്ടി പൊക്കിട്ട് അടക്കണം എന്നൊക്കെ പറയും. ഇതങ്ങ് തല്ലി വിളിച്ചിട്ട് കവറാക്കിയാലേ നല്ലിരിക്കും ഇവിടെ ഇല്ലേ. അതൊന്നും ഇനി പ്രയോജനമില്ലല്ലോ. അപ്പം ഇതെല്ലാം വെറുതെ എന്തിനാ ഇട്ടത്? പിന്നെ മുകളിൽ കെട്ടിയിട്ട് അവിടെ ഇതൊക്കെ ആക്കണല്ലേ. അപ്പം ഇതെന്തായാലും ഇനിയിപ്പോൾ അതിനെ കാണത്തില്ല. പിന്നെ പൈപ്പ് അപ്പുറം കൊടുത്താൽ മതി. പിന്നെ കുഴപ്പമില്ല. ഇനി പിന്നെയും പറയും അല്ലെ പിന്നെ അതിനകത്തങ്ങ് അടക്കണം. അപ്പം ഇല്ലേ അപ്പോൾ എപ്പോഴും പോയി തുറന്നു നോക്കണം. അവിടെ കൊണ്ട് വെച്ചു. ആ പിന്നെന്താ? അപ്പോൾ ആചാരത്തിൽ ഇതിനകത്ത് എഴുതിയിട്ടില്ല. 30 കൊല്ലം കഴിഞ്ഞിട്ടേ അടുത്ത ചരിത്രം ഇതിനകത്തില്ല. അപ്പോൾ ഒരു ബിനാജല്ലയത്തിമി തങ്ങൾ എഴുതിയേക്കുന്നത് ഒരാശയിൽ കേട്ടാ. അത് എഴുതി വെച്ചിട്ട് അത് ഇത് എഴുതി വെക്കണം. കിത്താബിന് പേരൊക്കെ എഴുതി വെക്കണം. ഫത്ഹുൽ ഇലാഹ് ഫി ശറഹിൽ മിഷ്കാത്ത്. അവൻ്റെ പേരെന്താ? ഫത്ഹുൽ ഇലാഹ്. അപ്പോൾ ഇലാഹായ നമ്പരാൻ ഫത്ഹ ചെയ്ത് തന്നെയാണ്. ഫത്ഹുൽ ഇലാഹ് എന്നൊരു ആശയ ഇബ്നു ഹജർ തങ്ങൾക്ക് മിഷ്കാത്തിനുണ്ട് എന്ന് മനസ്സിലായില്ല. അതിൻ്റെ മുഖദ്ദിമയില്ല. ഇതിൻ്റെ മുഖദ്ദിമ നമ്മൾ ഓതിയില്ലേ മുഖദ്ദിമ? ആരെ ഷാഹ് വരും ചോദിക്കും ഇല്ല അങ്ങനല്ലേ? അബ്ദുല്ലാഹി ഷാഹ് എന്നല്ലേ? ഷാഹ് എന്നതിനകത്തുണ്ടെന്ന് അബ്ദുല്ലാഹി നിലവി തങ്ങളാണ്. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി ഓരൊക്കെ പിന്നെ ഒരുപാട് കിതാബുണ്ടാക്കിയ ആളല്ലേ. അയാൾ അയാളെ സംബന്ധിച്ചുകൊണ്ട് ചരിത്രമുണ്ട്. അയാളെ ജിന്നു മക്കൾ പിടിച്ചോണ്ട് പോയിട്ട് الفاضل عبد الحق بن سيف الدين الدهلوي وإنه أول من نشر علم الحديث في ربوع الهند تدريسا وتصنيفا وتعليما وتأليفا. യുവപർക്കാണ് ലംആത്ത് എന്നൊരു കിതാബുണ്ട്. ലംആത്ത് എന്ന സ്ഥലമുണ്ട് മിഷ്കാത്തിന്. അതാ
അതുകൊണ്ട് ഈ ആമിഷ് വായിക്കണമെന്ന് പറയാം. നിങ്ങൾ വായിക്കില്ല. ആമിഷരമ്മത്തിനാണ് കൂടുതലുള്ളത്. പിന്നെ അപ്പൊ അങ്ങനെ വന്ന് ചോദിച്ചു, അനിൽ ഇസ്ലാം മുസ്ലിമൻ ഇസ്ലാമിന്റെ ഫറളുകളെന്ന് അൻ ഫറായിൽ നിന്ന് ഇസ്ലാം സങ്കല്പിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? അല്ലാഹു തആലാന്റെ ഏകത്വത്തെ അംഗീകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് ഇനി എന്താ വേണ്ടതെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞത് ഖംസു സ്വലവാത്തിനെന്ന് പറഞ്ഞത്. ഖംസു സ്വലവാത്തിനെന്ന് മറുപടി പറഞ്ഞതിൽ നിന്നും കിട്ടി ചോദ്യക്കാരൻ മുസ്ലിം ആയതിന് ശേഷം വന്ന് ചോദിച്ചതാണ് എന്ന് കണ്ടാ. അതുകൊണ്ട് ഇനി ഷഹാദത്തിന്റെ കാര്യം പറയണല്ലോ. ഖംസു സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈലാന്ന്, രാവിലും പകലും 5 നേരത്തെ നിസ്കാരം. വഖാല ഹൽ അലയ്യ ഗൈറുഹുന്ന, വേറെ ഉണ്ടോന്ന് ചോദിച്ചു. വഖാല ലാ. കണ്ടാ, ഈ ഹദീസ് നമുക്ക് തെളിവാണ്. വിത്തർ നിർബന്ധമില്ല എന്ന് പറയുന്നതിന് നമുക്ക് തെളിവാണ് ഈ പറഞ്ഞ ഹദീസ്. മനസ്സിലായില്ലേ? വേറെ ഉണ്ടോന്ന് ചോദിച്ചു. ഫഖാല റജുൽ ഇല്ലാന്ന്. ഹൽ അലയ്യ ഗൈറുഹുന്ന, ഫഖാല ലാ ശൈഅൻ അലൈക ഗൈറുഹു. കണ്ടാ, ഇവിടെ എഴുതിയേക്കുന്ന ഇയാൾ എഴുതിയേക്കുന്നല്ല. ഹാദാ ഖബല വുജൂബിൽ വിത്രീൻ, ഇത് വിത്തർ നിർബന്ധമാകുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അവ അല്ലെങ്കിൽ അന്നവോ ഈ വിത്തർ എന്നുള്ളത് താബിയുൽ ഇശാ ആണല്ലോ. മനസ്സിലായില്ലേ? എന്ന് ഇവിടെ മിർഖാത്താൻ എഴുതിയേക്കുന്നു. അവരെ മദ്ഹബിനെ തഖ്രീറാക്കാൻ അവരങ്ങനെ ചെയ്യത്തുള്ളൂ. ഓരോരുത്തരുടെ മദ്ഹബിലെ ഒരു താക്കീകാക്കും. അതവർക്കുള്ള ഇമാമിനോടുള്ള സ്നേഹമാണ്. അവർ പിൻപറ്റി ഇമാമിനോടുള്ള സ്നേഹമാണ്. ആ ഇമാം വിത്തർ നിർബന്ധമാക്കിയുള്ള ചില ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പം അവരെന്ത് ചെയ്യും? ബാറ്റ് ചെയ്യും. അപ്പൊ ബാറ്റ് ചെയ്ത് പോലെ പറഞ്ഞത് ഈ പറഞ്ഞ വിത്തർ നിർബന്ധമാകുന്നതിന് മുമ്പാണ്, അല്ലെങ്കിൽ പിന്നെ ഇശയ്ക്കരിക്കും വിത്തർ അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. ഏതാ? പിന്നെ അതിന് നമ്മൾ മറുപടി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾക്ക് ആരോട് വാശിയില്ലല്ലോ. നമ്മളെ മതം പറയുമ്പോൾ നമ്മൾ പറയും മറുപടിയൊക്കെ. പിന്നെ ഖാലറജനു ഇമാം ഇബ്നു സഅലബ എന്നാണ് അയാളെ പറ്റി പറയുക. അയാളുടെ പേരൊക്കെ ഏടാ? ഇനിയും പറയും, പിന്നെയും പറയണം. ഫഖാല, പിന്നെന്താ പറഞ്ഞ? ഫഖാല ഇല്ലാൻ തത്തവ്വ, സുന്നത്ത് കേൾക്കണമെങ്കിൽ നിൽക്കട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കേട്ടോ? ഇല്ലാൻ തത്തവ്വ, പിന്നെ ഏടാ എന്നുണ്ടായിരുന്നു. ബിതാഅനി, ഒരു താനൊരു താനി തത്തവ്വ സൗബിദിനത്ത് തവ്വയാണ് പേര്. താഴയിൽ തവ്വയിൽ തഫഅൽ വസനം. അപ്പൊ എന്താവും? തത്തവ്വന്ന് വരും. മനസ്സിലായില്ലേ? തത്തവ്വ തഫഅല തതവ്വ തഫഅല തതവ്വ യതതവ്വഉ തതതവ്വഉ. അല്ല, തതതവ്വഉന്ന് ഒരു താന ആയിട്ട് മറിച്ചിട്ട് എന്ത് ചെയ്യും? തത്തവ്വ അല്ല, ഒരു താന എന്ത് കളഞ്ഞു. അപ്പൊ തത്തവ്വ എന്നായി, അല്ലെങ്കിൽ തത്തവ്വ എന്നായി. ശ്രദ്ധ കൊടുത്തോണ്ടേ, താന് ശ്രദ്ധ കൊടുത്ത് വായിക്കണം. നീ ചില ആൾക്കാരെന്ത് താനെ കളഞ്ഞിട്ട് ത്വാഇനെ ശ്രദ്ധ ഇല്ലാതെ വായിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ തത്തവ്വുഇൽ നീ പ്രവേശിച്ചാൽ ഒഴിച്ച്.
അപ്പൊ അവിടെ ഇല്ലാത്ത തവ്വാന്ന് പറഞ്ഞു. വേറെ വല്ല ഫർളും ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, സുന്നത്തീകരിക്കുന്ന ഇക്കറിച്ചോളി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സുന്നത്തിൽ ആരംഭിച്ചാൽ ഒഴിച്ചെന്ന് അങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചവരുണ്ട്. സുന്നത്തിൽ ആരംഭിച്ചാൽ പിന്നെ എന്തായി, അത് ഫർളായല്ലോ, ഇത് ഞാൻ പൂർത്തിയാക്കല് എന്ന്. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കരുത് എന്ന് ഖുർആൻ ശരീഫ് പറഞ്ഞല്ല. അപ്പം നമ്മളൊരു അമല് ചെയ്താൽ പിന്നെ അതിനെ ബാത്തിലാക്കണ്ട. സുന്നത്തി കാലത്ത് പ്രവേശിച്ചാൽ പൂർത്തിയാക്കിക്കോളി. പിന്നെ إلى رسول من أهل نجد وهو لغة مرتفع من الأرض. നജിദ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഉയർന്ന ഭാഗത്തിനാണ് നജിദ് എന്ന് പറയുക. തുമ്മസാറ അലമൻ, പിന്നെ അത് ആ നാട്ടിലെ പേരായി. സായിറർ റഅസി വലാ നഫ്ഖഹു ഫൈദാ ഹുവ യസ്അലു അൻ അർക്കാനി വശറാഇൽ ഇസ്ലാം എന്നതിലർത്ഥം. അല തൗഹീദി വതസ്ദീഖി വതഖ്ദീരി ഹഖീഖത്തി അനിൽ ഇസ്ലാം അൻ ഹഖീഖത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ജവാബും സ്വാലും മുത്താബക്കത്തെത്തില്ല. അതല്ലേ ജവാബ് കൊടുത്ത നിസ്കാരമാണ്. അപ്പൊ ഹഖീഖത്തിൽ ഇസ്ലാം സങ്കല്പിക്കാൻ പറ്റില്ല അവിടെ. പിന്നെന്ത് വെക്കണം? മൻ ഫറാഇൽ ഇസ്ലാം എന്ന് വെക്കണം, മൻ അർക്കാനിൽ ഇസ്ലാം എന്നൊക്കെ വെക്കണം. ഇനി വേറെ റിവായത്തും ഉണ്ട്. അഖ്ബിർനി മാദാ ഫറളല്ലാഹു അലയ്യ മിനസ്സലാത്തി എന്ന് വേറെ റിവായത്തും കൂടിയുണ്ട്. അപ്പൊ ആ റിവായത്തും കൂടി നമ്മൾ വെക്കുമ്പോൾ മറുപടിയിൽ നിന്നും കിട്ടുന്നില്ലെങ്കിൽ വേറെ റിവായത്തും കൂടി നമ്മൾ നോക്കിയാൽ ആ റിവായത്തിലുള്ളത് മാദാ എന്താണ്? മാദാ അഖ്ബിർനി മാദാ ഫറളല്ലാഹു അലയ്യ മിനസ്സലാ എന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ പിന്നെന്താണ്? ഖംസു സ്വലവാത്തിൻ, 5 നിസ്കാരങ്ങൾ. فأخبره النبي صلى الله عليه وسلم بشرائع الإسلام فقال لا شيء عليك غيرها الوتر وصلاة الليل عند موجبهما كأبي حنيفة في الأول والاستخري في الثاني. പെരുന്നാൾ നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇസ്തഖ്രിയൊക്കെ അതിൽപ്പെട്ടവരാണ്. വിത്ർ നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അതിൽപ്പെട്ടവരാണ്. അബൂ ഹനീഫ തങ്ങളൊക്കെ അവര് നിർബന്ധമാണെന്ന് പറയാൻ വേറെ ദലീൽ നോക്കണം. എന്താ അവര് വേറെ ദലീൽ കൊണ്ട് പറയും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ന്യായം പറയും. അങ്ങനെ ഇത് വിത്തര നിർബന്ധമാക്കുന്നതിന് മുമ്പാണെന്ന് പറയും. ഇവിടെ അങ്ങനെ പറഞ്ഞുണ്ട്. ഓര് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? എന്താ ദലീലിൻ ആഖറ ലം യത്ബുത് ദലാലത്തുഹു അലൽ വുജൂബി ഇൻദന, നമ്മുടെ അടുക്കൽ അത് വുജൂബാണെന്ന് അറിയിക്കുന്നു വന്നിട്ടില്ല. ഫഅലിംനാ ബിഹാദൽ ഉമൂമി, ഈ ഉമൂമ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഇല്ലാ അൻ തതവ്വഅ എന്ന ഉമൂമ്. അതതിൻ്റെ അർത്ഥം ഇല്ലാ അൻ തതവ്വഅ, സുന്നത്താക്കിയാലൊഴിച്ച്. അപ്പൊ ആദ്യം പറഞ്ഞത് ഉമൂമാണെന്ന് മനസ്സിലായി, അത് 5 എണ്ണാണെന്ന് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള ഇസ്തിഥനാണല്ലോ. ഇസ്തിഥനാന്റെ അസാലത്ത് അതാണ്, ഇത്തിസാലാണല്ലോ, മുൻകത്തിയല്ലല്ലോ, മുത്തസിലല്ലേ, തിരിഞ്ഞ. അപ്പൊ ആ പറഞ്ഞ അല്ലാത്താണല്ല പിന്നെ വരുന്നത്. ഇല്ലാത്ത തവ്വഅ എന്ന ഇസ്തിഥന കൊണ്ട് നമ്മൾ മനസ്സിലാക്കും എന്ത് ഫർദ് വേറെ ഇല്ല എന്ന്. ലാ അസീദു വലാ അൻഖുസു, ഇന്നലെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞില്ലേ, ഞാൻ ഇനി കൂടുതലാക്കില്ല കുറയ്ക്കുകയില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ റസൂലുള്ളാഹിക്ക് സപ്പോർട്ടും കൊടുത്തില്ലേ. ഏതോ പോന്ന സ്വർഗക്കാരനെ കാണാൻ ആഗ്രഹമുണ്ട്, ഭയം തോന്നുന്നു, മനസ്സിലായില്ല. അപ്പൊ ആ ഹദീസും ഈ ഹദീസും, ഈ ഹദീസിന്റെ ഇല്ലാത്ത തവ്വഅ എന്ന ഇസ്തിഥനായിനാലും ഇല്ലാത്ത തവ്വഅ എന്നുള്ള ഇസ്തിഥന എന്തിന്റെ മേലെ അറിയിക്കുന്നു? ഉമൂമിന്റെ മേലെ അറിയിക്കുന്നു. ഇല്ലാത്ത തവ്വഅ എന്ന ഇസ്തിഥന ഇത്തിസാലാണ് അതിന്റെ അസാലത്ത്. അപ്പൊ നേരത്തെ പറഞ്ഞ അല്ലാത്ത വേറൊരു വിധിയാണ് പിന്നീട് പറയുന്നത്. അനിൽ ഖൗമു ഇല്ലാതെ ചെയ്തു വന്നില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം, മനസ്സിലായില്ല. അതേപോലെ ഫർദില്ല എന്നാണല്ലോ ഇല്ലാത്ത തവ്വഅന്റെ അർത്ഥം, തിരിഞ്ഞാ. അങ്ങനെയെങ്കിൽ നമ്മൾ ദലീൽ പിടിക്കാം. ഓരോ വേറെ എന്തെങ്കിലും ദലീൽ പറയും. കണ്ട
തബത്താബ് ഹക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അതിനെ പറ്റിയിട്ടൊക്കെ ഏട്ടാ എന്തിനാണ് നമ്മൾ ഈ ഉമൂമ് കൊണ്ട് പ്രവർത്തിക്കുന്നത്? എന്തിനാന്ന് ചോദിക്കും നമ്മൾ. അതിന് അല്ല എബുത്തുലൽ മാന അല്ലതി അത്താബിസായിദിലി അജലിഹി അല്ല, സായിദയെ കൊണ്ടുവന്നാണല്ലോ. ഇല്ലാത്ത എന്നുള്ളത് സായിദയാണല്ലോ. സായിദയ കലാമ് വന്നാൽ അതാണല്ലോ കലാമിന്റെ മഹത്വം എന്ന് നമ്മൾ മുഖ്തസറിൽ ഓതിയിട്ടുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് അല്ലെങ്കിൽ ഈ കലാം ഇതെന്താവും, പാഴാകാതെ വരും. തിരിഞ്ഞ പാഴായിപ്പോവും. ലാക്കിൻ തത്വ മുസ്തഹബ് ലക്ക എന്നാണ്. ഫൗഇസ്തിനാഉൻ മിൻ മദ്ഖൂലിലാ കണ്ടോ, ഇത് മുൻഖത്തിഉൻ ഫഹീനഇദിൻ ഫലാ യദുല്ലു അലാ ഈജാബി ഇത്തിമാമി തത്വഇ ബിശ്ശുറൂഇ ഫീഹി അങ്ങനെ പറയുന്നു. അലാ അന്നൽ ഖബറ സഹിഹ അസ്സായിമുൽ മുതതവ്വിഉ മുതതവ്വിആയ സായിമ് അമീറു നഫ്സിഹി എന്ന് പറഞ്ഞല്ലോ. ഇൻഷാ സാമ വ ഇൻഷാ അഫ്തറ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് തുടങ്ങിയാൽ ഒഴിച്ചു, തുടങ്ങിയാൽ പൂർത്തിയാക്കണമെന്ന് പൂർത്തിയാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് നമ്മൾ പറയും. വേണ്ട ഇനി പിന്നെയും പറയാനായിരിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറഞ്ഞു കൊടുത്തയാള് കേട്ടാ, വസിയാമു ശഹ്റു റമദാൻ അതെന്ന് പറഞ്ഞു അല്ല. അവിടെ ഷഹരി കുട്ടിയുണ്ടോ? സിയാമു ശഹ്റു റമദാൻ ഫഖാല അല്ലാ ലയ്യ ഗൈറുഹു ഖാല ലാ ഇല്ലാ തതവ്വഅ എന്ന് പറഞ്ഞു. കണ്ടാ അങ്ങനെ ഖാല മഹാനായ തൊല്ലത്തങ്ങൾ പറയുന്നു, ദക്കറ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിനെ പറഞ്ഞു. ഫഖാല വീണ്ടും അയാൾ ചോദിച്ചു, ഹൽ അലയ്യ ഗൈറുഹ ഫഖാല ലാ ഇല്ലാ അൻ തതവ്വഅ. അങ്ങനെ ഖാല തല്ലത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅദ്ബറ റജുലു വന്ന ആള് പിന്നോട്ട് പോയി. വഹുവ യഖൂലു വല്ലാഹി ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസു അൻഹു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് അഫ്ലഹ അർ-റജുലു അഫ്ലഹ അർ-റജുലു എന്ന് പറഞ്ഞു. അല്ലാ അഫ്ലഹ അർ-റജുലു ഇൻ സദഖ, അയാൾ വിജയികളുടെ പട്ടികയിൽപ്പെട്ടിട്ടുണ്ട് ആ പറഞ്ഞ വാക്കിൽ അയാൾ സത്യം പാലിക്കുകയാണ് എങ്കിൽ എന്ന്. ഏതാ കഴിഞ്ഞല്ലേ? ബസ്